RSSന്റെ ഗുണ്ടകൾ ഈ പോലീസ് സേനയോടൊപ്പം തന്നെ അർദ്ധസൈനിക സേനയോടൊപ്പം തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ, യാതൊരു സംശയത്തിനും ഇടം വരാത്ത രീതിയിൽ ഇതെല്ലാം തുറന്നു കാട്ടുന്ന ദൃശ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ലഭ്യമായിട്ടും അതിനു നേരെ കണ്ണടയ്ക്കാനാണ് നമ്മുടെ പരമോന്നത നീതിപീഠം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങേറ്റം നിർദ്ദയമായ ഭീകരമായ ഒരു അടിച്ചമർത്തലിനാണ് തലസ്ഥാന നഗരി 2 ദിവസങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം വഹിച്ചത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന യുവജനങ്ങൾക്ക് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ അങ്ങേയറ്റം ക്രൂരമായി ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പെൺകുട്ടികളെ ശാരീരികമായിട്ടുള്ള ലൈംഗികമായിട്ട് ഉപദ്രവിക്കാനായിട്ടും അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ വടിവെച്ച് തല്ലാനായിട്ടും ആണി തറച്ചു കയറ്റിയ ലാത്തികൾ ഉപയോഗിക്കാനും പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കാനൊന്നും അയക്കാനൊക്കെ ആയിട്ട് ഈ ഭരണകൂട ശക്തികൾ, പോലീസും RIF മറ്റൊക്കെ മടിക്കാതിരുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. ആ കൂട്ടത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെയൊക്കെ പച്ചയായി ലംഘിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ അണിനിരന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ നെയിം പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് വീണുപോകും എന്ന് ഭയന്നിട്ടാണ്, ചൂട് കാരണമാണ് എന്നൊക്കെയുള്ള തീർത്തും അപഹാസ്യമായ മറുപടികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയത്. RSSന്റെ ഗുണ്ടകൾ ഈ പോലീസ് സേനയോടൊപ്പം തന്നെ അർദ്ധസൈനിക സേനയോടൊപ്പം തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ടായി. അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ, യാതൊരു സംശയത്തിനും ഇടം വരാത്ത രീതിയിൽ ഇതെല്ലാം തുറന്നു കാട്ടുന്ന ദൃശ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ലഭ്യമായിട്ടും അതിനു നേരെ കണ്ണടയ്ക്കാനാണ് നമ്മുടെ പരമോന്നത നീതിപീഠം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് പരിഗണനയ്ക്കെടുത്തിരിക്കുന്നൊരു കോടതിയാകട്ടെ ആ വിഷയം സെപ്റ്റംബർ മാസത്തിലേക്കാണ് പരിശോധനയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ജൂലൈ ആണെന്ന് മറക്കരുത്, സെപ്റ്റംബറിലാണ് അവർക്ക് അതിന് സമയം കാണാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ ഭരണകൂട സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഇവിടുത്തെ ജനാധിപത്യം, പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ, ഇതിൻ്റെയൊക്കെ തന്നെ ജനവിരുദ്ധ സ്വഭാവം, ഇതിൻ്റെയൊക്കെ തന്നെ മൗലിക താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടുത്തെങ്ങും പോലും എത്താത്ത രീതിയിലൊരു പ്രതിഷേധത്തെ പോലും ഇവരെങ്ങനെയൊക്കെയാണ് അടിച്ചമർത്തുന്നതെന്നുള്ള അനുഭവത്തിലൂടെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവ പാഠമായിരുന്നു ഡൽഹിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ. അത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ തലസ്ഥാന നഗരങ്ങളിലും, അല്ലാത്ത പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പൊതുവിൽ ജനാധിപത്യവാദികളും ഉൾപ്പെടെ പുരോഗമനവാദികൾ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിന്, ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ലഭിച്ചിരിക്കുന്ന ജനകീയ പിന്തുണയുടെ ഒരു തെളിവ് കൂടിയാണ് അങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. പുതിയ സൊമാറ്റോ, സ്വിഗ്ഗി ഇമാതിരിയുള്ള പല പല സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ, അവിടെയുള്ള കുട്ടികൾക്ക്, അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന യുവജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഓർഡർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റീലിൽ അത് ചെയ്യുന്ന ഒരാളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ യുവാവ് മറുപടി പറഞ്ഞു, ഡെലിവറിക്ക് വന്നിരിക്കുന്ന യുവാവ് മറുപടി പറഞ്ഞു, ഇത് 70ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ സാധനമായിട്ട് വന്നിരിക്കണേന്നുള്ളതാണ് ഒരു ദിവസത്തിൽ. മാത്രമല്ല ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വീടുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന, പാചകം ചെയ്തിരിക്കുന്ന ഭക്ഷണവും ഇതേപോലെ സമരപന്തലിലേക്ക്, സമരകേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർ കൊടുത്തുവിടുന്നുണ്ട് ഈ ഡെലിവറി വ്യവസ്ഥ കൂടി. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രക്ഷോഭത്തിന് ലഭിച്ചിരിക്കുന്ന ജനകീയ പിന്തുണയാണത് കാണുന്നത്.
അത് ജനങ്ങളുടെ വികാരത്തിൽ അത് ശരിക്കും തട്ടിയിട്ടുണ്ട്. തീർത്തും ന്യായമാണ് ഈ യുവജനങ്ങളുടെ ആവശ്യമെന്നും അതിന് നേരെ ഇവിടുത്തെ ഭരണകൂടം മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അങ്ങേയറ്റം മൃഗീയമായ അടിച്ചമർത്തൽ സമീപനം തീർത്തും തെറ്റാണെന്നും ഉള്ള ഒരു ദൃഢമായ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് ഇതിലൂടെയൊക്കെ തന്നെ ഉയർന്നു വന്നതായിട്ടും കാണാൻ പറ്റും. അപ്പം ഈ പ്രക്ഷോഭം പൊതുവിൽ ഇപ്പോഴും സമാധാനപരമാണ്. ഈ ശക്തമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ല യുവജനങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ നിർജീവമായൊരു ചെറുത്തുനിൽപ്പല്ല അവരുടേത്. തിരിച്ചവരടിക്കുന്നില്ല എങ്കിലും ആ ചെറുത്തുനിൽപ്പ് സജീവമായ ചെറുത്തുനിൽപ്പാണ്. അതിൻ്റെ ധാരാളം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പോലീസ് വാൻ തടഞ്ഞു നിർത്തുന്ന ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ പോലീസ് വാൻ്റെ വാതിൽ തുറന്ന് തടവിലുള്ള ആൾക്കാരെ വിമോചിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ജനാല വഴി പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന ബസ്സിൻ്റെ ജനാല വഴി ചാടി പുറത്ത് കിടന്ന് രക്ഷപ്പെടുന്ന പിള്ളേർ, അതേപോലെ അടികൊണ്ട് താഴെ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് പോലീസുകാരന് ചെകിടത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നൊരു യുവാവ്, അടികൊണ്ട് ഓടിയ ശേഷം തിരിച്ച് മടങ്ങി വന്ന് അതേ സ്ഥാനത്ത് കുത്തിയിരുന്ന് മറ്റുള്ളവരെയും കുത്തിയിരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ പ്രതിഷേധം ശക്തമാക്കുന്ന യുവജനങ്ങൾ. അപ്പം പൊതുവിൽ ആ ചെറുത്തുനിൽപ്പ് ഭയന്നിട്ടല്ല അവർ തിരിച്ചടിക്കാത്തതെന്ന് വ്യക്തമാണ്. അടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. കാരണം അത്യാവശ്യം അങ്ങേറ്റം മോശമായ രീതിയിൽ, അങ്ങേറ്റം ഭീകരമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ട ചില പോലീസുകാരെ, ചില ഈ പറയുന്ന RSS ഗുണ്ടകളെ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പടവും അവരുടെ വിവരങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലരെയൊക്കെ തന്നെ ഈ സമരവേദികളിൽ വച്ച് തെരഞ്ഞു പിടിച്ച് നല്ലപോലെ അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് തിരിച്ചടിക്കാൻ അവർക്ക് അറിയാത്തതല്ല, അത്യാവശ്യം അത് ചെയ്യുന്നുണ്ട് അവർ, ചില ആൾക്കാരെങ്കിലും. പക്ഷെ അതല്ല പൊതുവികാരം. പൊതുവികാരം ഇപ്പോഴും സമാധാനപരമായി തന്നെ ആ പ്രക്ഷോഭത്തിൽ ഒഴിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ സമാധാനപരമായ നിലനിൽപ്പ് ഒരു സജീവ ചെറുത്തുനിൽപ്പ് കൂടിയാണ് എന്നുള്ള കാര്യം അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുവിൽ യുവജനങ്ങളുടെ സമരശേഷിയും നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ധീരതയുമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ അതിൻ്റെ മുദ്രാവാക്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജിയാണ് അതിൻ്റെ കേന്ദ്ര ആവശ്യമായിട്ട് ഇപ്പോഴും പ്രധാന മുദ്രാവാക്യമായിട്ട് നിൽക്കുന്നതെങ്കിലും അതിനപ്പുറം അത് മോഡിയെയും RSSനെയും BJPയെയും എതിരെയുള്ള മുദ്രാവാക്യങ്ങളായിട്ട് രൂപപ്പെടുന്നുണ്ട്. പലയിടത്തും അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ CAA പ്രക്ഷോഭകാലത്ത് വളരെയേറെ ജനകീയമായ ആസാദി പാട്ട് കൃത്യമായിട്ടും RSSൻ്റെ സവർണ ഫാസിസത്തിനെതിരെയുള്ളൊരു ബ്രാഹ്മണ്യവാദ ഫാസിസത്തിനെതിരെയുള്ളൊരു പാട്ടാണ്. ആ പാട്ട് വളരെയേറെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, ആൾക്കാരത് പാടുന്നുണ്ട്. പല പുതിയ പാട്ടുകളും അതേ സ്വഭാവത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഈ RSSൻ്റെ ബ്രാഹ്മണ്യ വീക്ഷണങ്ങളെയും അതുപോലെ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസ്റ്റ് സമീപനങ്ങളെയും തുറന്നു കാട്ടുന്ന പല മുദ്രാവാക്യങ്ങളും നമുക്ക് മുഴങ്ങിക്കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് പറയുമ്പോൾ പൊതുവിൽ ഈ പ്രക്ഷോഭം അതിന് തുടക്കം കുറിച്ചത്, അതിന് വേദി ഒരുക്കിയത് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും അതിൻ്റെ നേതൃത്വവുമാണെങ്കിൽ തന്നെയും ആ നേതൃത്വത്തിൻ്റെ ആശയതലത്തിലും പ്രയോഗത്തിലും ആ പ്രക്ഷോഭം അതിനെ കവച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആശയതലത്തിൽ കവച്ചു നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ മുദ്രാവാക്യങ്ങളുടെ സ്വഭാവത്തിലൊക്കെ വന്നിരിക്കുന്ന വികാസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അപ്പുറം കടന്നു പോയിട്ടുള്ള നിലപാടിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ ജനാധിപത്യം, പിന്നെ കണ്ടൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഒരു കൊച്ചുകുട്ടി തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിച്ച പാഠഭാഗം വായിച്ചിട്ട് ഇതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്ന, അതേപോലെ ഒരു AI എന്താണ് ഒരു മന്ത്രി രാജിവെക്കാതെ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും നിങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രിയും കഴിവിട്ടവനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പണ്ട് കൃഷ്ണൻ അർജുനോട് ഉപദേശിച്ച പോലെ ആയുധം എടുക്കേ മാർഗമുള്ളൂ. അപ്പോൾ അത് മനസ്സിലായില്ലേ, ഞാനല്ല പറയണത്, ഗൂഗിളാണ് പറയണത്, അതുകൊണ്ട് ചെരുപ്പ് ഊരി അടിച്ച് ഓടിക്കവന്മാർ എന്നാണ് കൊച്ചുകുട്ടിയുടെ ഒരു ഒരു റീൽസ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പറയുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന കാര്യത്തിലാണ് ഇപ്പോഴും പ്രക്ഷോഭം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതെങ്കിലും അതിനെ കവച്ച് നിൽക്കുന്ന ഒരു തലത്തിലേക്ക് അനുഭവങ്ങളിലൂടെ തന്നെ യുവജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്ന്. രണ്ടാമത്, പ്രക്ഷോഭത്തിൻ്റെ രൂപങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴും
ഈ കോക്രേജ് ജനതാ പാർട്ടി തന്നെയാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ളത്, അതിൻ്റെ ആൾക്കാർ തന്നെയാണ് നേതാക്കന്മാരായിട്ടുള്ളത്. ഈ മുദ്രാവാക്യം ധർമ്മേന്ദ്ര പ്രധാന രാജി എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് കേന്ദ്ര മുദ്രാവാക്യമായിട്ട് തുടരുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് ഈ മുദ്രാവാക്യവും ഈ പ്രക്ഷോഭവും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇത്രമാത്രം ജനകീയമാകാനുള്ള കാരണം എന്താണ്? ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ പിന്തുണ അതിന് ആർജിക്കാൻ കഴിഞ്ഞത് എന്താണ്? ഇതിന് മുമ്പ് അത് ഉയർന്നു വന്നപ്പോൾ തന്നെ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെ അലോഗരിതത്തിൻ്റെ കളിപ്പാണ്, വേറെ എന്ത് തട്ടിപ്പാണ് ഇതിൻ്റെ പുറകിലെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആക്ഷേപിക്കാൻ പലരും ഉണ്ടായിരുന്നു. അന്നും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ യുവജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന രോഷത്തിന്, എതിർപ്പിനെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വയോത്ഭവമായിട്ട് അതിൻ്റെ പിന്നിൽ അണിനിരക്കാനായിട്ട് ഇത്രയും വിപുലമായ തോതിൽ യുവജനങ്ങൾ സന്നദ്ധമായിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഈ മുദ്രാവാക്യങ്ങളും ഈ സംവിധാനത്തിൻ്റെ, ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ സമീപനങ്ങളൊക്കെ തന്നെ പൊതുവിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ ബോധ നിലവാരവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അതിനെ കവച്ചു വയ്ക്കുന്ന സ്വഭാവം പ്രക്ഷോഭം ആർജിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇതിനാണ് ലക്ഷക്കണക്കിന് ബഹുഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളുടെയും ഒരു ചിന്താതലത്തിൽ നിൽക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു അവസ്ഥ കണക്കിലെടുക്കാതെ അതിൽ തന്നെ കടന്ന് ചിന്തിക്കുന്ന, ഇതിനപ്പുറം കടന്ന് ചിന്തിക്കാൻ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും ആ വിഭാഗം കൂടുതൽ വലുതായി വരികയും ചെയ്യും. പക്ഷെ ഇപ്പോഴും അതല്ല ബഹുഭൂരിപക്ഷം യുവജനങ്ങളെ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അപ്പം ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ ഒരു ബോധ നിലവാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ അതിനെ മുന്നോട്ട് വികസിപ്പിക്കുന്ന തരത്തിൽ ഇടപെടുന്നതിന് പകരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് എന്താ പ്രയോജനം? ഈ മൊത്തം വ്യവസ്ഥ മാറണ്ടേ, മൊത്തം അധികാര വ്യവസ്ഥ മാറണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ നിരാഹാര സമരം കിടന്നുകൊണ്ട് എന്താ പ്രയോജനം, അതെവിടെയെങ്കിലും വല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള മട്ടിലുള്ള പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതൊട്ടും തന്നെ സൃഷ്ടിപരമല്ല. സാഹചര്യമായിട്ട് മനസ്സിലാക്കാതെ അതിലിടപെടുന്നൊരു രീതിയല്ല. നേരെ മറിച്ച് ഇടപെട്ടു എന്ന് സ്വയം നമുക്ക് ഭ്രമിക്കാം. ഞങ്ങൾ കൃത്യമായ നിലപാട് ഞങ്ങൾ വച്ചിരുന്നു, എപ്പോഴും ഞങ്ങളതാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും വാസ്തവത്തിൽ ഈ പറയുന്ന പ്രക്ഷോഭരംഗത്ത് ഇറങ്ങിയിരിക്കുന്ന അണിനിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന യുവജനങ്ങളായിട്ട് ഐക്യപ്പെടുന്നൊരു, അവരുമായിട്ട് ഒത്തു മുന്നോട്ട് പോകുന്നൊരു സമീപനമല്ല. ഇവിടെ മാവോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ബഹുജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് തത്വങ്ങളെക്കുറിച്ചാണ് മാവോ പറഞ്ഞത്. അതിലൊന്നിതാണ്, ബഹുജനങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മൾ കരുതുന്ന ആവശ്യങ്ങളിൽ നിന്നല്ല, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്നാണ് നാം ആരംഭിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ബഹുജനങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മൾ കരുതുന്ന ആവശ്യങ്ങളിൽ നിന്നല്ല, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ബോധ നിലവാരം എന്താണ്, അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. രണ്ടാമത്, ബഹുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ മനസ്സുറപ്പിച്ച് കൊടുക്കുകയല്ല, അവർ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കായി സ്വയം മനസ്സുറപ്പിക്കണം. അപ്പോൾ നമുക്ക് വളരെ ശരിയായ ആശയങ്ങളൊക്കെ ആയിരിക്കാം. ഈ പറയുന്ന രാജി കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല, നിരാഹാര സമരം കൊണ്ട് പ്രശ്നം ഒക്കെ വളരെ ശരി തന്നെയാണ്. വ്യവസ്ഥ മാറണം, അധികാരം ഒക്കെ വളരെ ശരി തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല, അടിസ്ഥാനപരമായ പരിഹാരം തന്നെയാണ്. പക്ഷെ അത്തരമൊരു പരിഹാരത്തിലേക്ക് കടക്കാനായിട്ട് ഇന്ന് ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന യുവജനങ്ങൾ സന്നദ്ധമാണോ? അതാണോ അവരുടെ ബോധതലം? അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അവരുടെ നിൽക്കുന്ന ബോധതലം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് വേണം സൃഷ്ടിപരമായ ഇടപെടലിലൂടെ ഈ പ്രക്ഷോഭത്തിന് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കേണ്ടത്. അത് പോവില്ലയോ എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം അങ്ങനെ അതിനെ ബോധപൂർവ്വം നയിക്കാൻ കഴിയുന്ന സംഘടിതമായ ഒരു ശക്തി, ഒരു വിപ്ലവ ശക്തിയുടെ ഒരു അഭാവം പ്രകടമാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നിപ്പോഴും അങ്ങനെ ഒരു ഇടപെടലിന് അതിനുള്ള ശേഷി വളരെ കുറവാണ്. മാത്രമല്ല, ഇത്തരം നിലപാടുകൾ പിന്തുടരുന്നിടത്തോളം കാലം ഒരു കാലത്തും അതിനാ ശേഷി ഉണ്ടാകാൻ പോകുന്നതിൽ യാതൊരു സംശയവുമില്ല. എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും ശരി, അങ്ങനെ ആ ചുരുക്കം ചില ആൾക്കാരുടെ എണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് നമുക്ക് ധരിക്കാൻ പറ്റും, അതിൻ്റെ അപ്പുറം പോവില്ല. അപ്പം ഇവിടെ സൃഷ്ടിപരമായ ഇടപെടൽ എങ്ങനെയാണത്? വിദ്യാഭ്യാസ
സംവിധാനത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് ഈ പ്രവേശന പരീക്ഷ എന്നുള്ള സമ്പ്രദായം അത് റദ്ദാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിക്കാവുന്നതാണ്. ഒരു അനാവശ്യമായൊരു കാര്യമാണ്, വെറുതെ ആവശ്യത്തിന് ഇരട്ടിപ്പിക്കുന്നൊരു പണിയാണ്, വിദ്യാർത്ഥികളുടെ മേലുള്ള ഭാരം ഇരട്ടിപ്പിക്കുന്നൊരു കാര്യമാണത്. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന ബഡ്ജറ്റ് അതിപ്പോൾ ഉള്ളതിനെ 4 ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കുക, 5 ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, ഇത്തരം ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉന്നയിക്കാവുന്നതാണ്. ഇയാളുടെ രാജി എന്നുള്ള കാര്യം കൂടാതെ പൊതുവിൽ അത് സ്വീകാര്യമായിരിക്കും. കാരണം അത് ഇന്നത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്നത്, ആവശ്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും അതേപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വത്തിന് ജനാധിപത്യവൽക്കരിക്കുക, ചുരുക്കം ചില ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനെ ജനാധിപത്യവൽക്കരിക്കുക എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണ് സൃഷ്ടിപരമായിട്ട് ഇടപെടാൻ പറ്റുക. ഇവിടെ ലെനിൻ പണ്ട് 1905 റഷ്യൻ വിപ്ലവ സാഹചര്യത്തിൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഓർക്കാവുന്നതാണ്. അതായത് വസ്തുനിഷ്ഠ വൈരുദ്ധ്യങ്ങൾ ഒരു സാഹചര്യത്തിന് എങ്ങനെയാണ് മാറ്റിമറിക്കുക, നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ ചിന്തയും നിലപാടുകളും എന്തു തന്നെ ആയാലും ശരി, വസ്തുനിഷ്ഠ വൈരുദ്ധ്യങ്ങൾ അവർ തുടങ്ങി വെച്ചൊരു പ്രക്ഷോഭത്തിന് അവർ ഉദ്ദേശിച്ചത് നേർ വിപരീതമായ ദിശയിലേക്ക് എങ്ങനെ മാറ്റും എന്നതാണ് ലെനിൻ അന്ന് നിരീക്ഷിച്ചത്. അതിവിടെ സംഭവിക്കുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആ സാധ്യത എപ്പോഴും ഇത്തരം സ്വയംഭവമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രക്ഷോഭം പരാജയപ്പെട്ടാൽ തന്നെയും അതിൻ്റെ അനുഭവ പാഠം ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവ പാഠങ്ങളിൽ നിന്നിട്ടാണ് പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പം ഇതിനു മുമ്പ് 70കളിൽ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ് അവസാനം ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഭരണത്തിന് ഒലച്ചത്. ഗുജറാത്തിലെ നവനിർമ്മാൺ പ്രസ്ഥാനം, അതുപോലെ ബീഹാറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, അത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അത് കയ്യിലെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും, JP ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതിനെ ശ്രമിക്കുകയും മറ്റും ചെയ്തു. അടിയന്തരാവസ്ഥ വന്നു, ശക്തമായ അടിച്ചമർത്തലുണ്ടായി. പക്ഷെ അതിനുശേഷം വലിയൊരു ജനാധിപത്യ മുന്നേറ്റമാണ് ഉണ്ടായത്. ആ ജനാധിപത്യ മുന്നേറ്റമാകട്ടെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്, ശിഥിലമായി നിന്നിരുന്ന ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന് പുനഃസംഘടിപ്പിക്കാനും വീണ്ടും ശക്തമായൊരു മുന്നേറ്റം നടത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടി വേണം നമ്മൾ ഇത്തരം പ്രക്ഷോഭങ്ങളെ നോക്കിക്കാണാനായിട്ട്. അടിയന്തരമായിട്ടുള്ള ഫലം മാത്രമല്ല നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൃഷ്ടിപരമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ അങ്ങനൊരു സാധ്യത ഉണ്ടാവൂ. നേരെ മറിച്ച് യാന്ത്രികമായി നമ്മളുടെ ശരിയിൽ കടിച്ചു പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, ബഹുജനങ്ങളുടെ ബോധവുമായിട്ടും നിലവാരവുമായിട്ടും ഐക്യപ്പെടാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു പരാജയമായിരിക്കും സമ്മാനിക്കുക. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം.